ജാഡ, ഞാൻ കോളേജിലേക്ക് പോവാണേ. എനിക്കിന്ന് നേരം വൈകി. ബൈ. പ്രിൻസസ്, കഴിച്ചിട്ട് പോ. ഓഹ്, തേജസ്വി, നിക്ക്, ഇത് കഴിച്ചിട്ട് പോ. അങ്കിള് സ്പെഷ്യൽ ആയിട്ട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വന്നിട്ട് കഴിക്കാൻ ചേച്ചി, നേരമല്ല. അവളെ നോക്കണ്ട മോളെ, മോള് വന്നിരുന്ന് കഴിക്കേ. നേരം വൈകി ഇതുപോലെ ഒന്നും കഴിക്കാതെ ഒരു ഓട്ടം അവൾക്ക്. ബാ, ഇരുന്ന് കഴിക്കേ. എന്താടെ വീണത്? അങ്കിളെ, ഇതാ ഫോട്ടോ ആണല്ലോ, അതും തേജുവിന്റെ. അയ്യോ, ഫ്രെയിം പൊട്ടിയല്ലോ. ഓ റിമോളെ, കാലുമ ചെല്ലുകൊള്ളുണ്ട, നീ നിൽക്കൂ. എന്തായാലും ഫ്രെയിം പോണെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ മാറ്റാം. ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്തോ, ആ കാറ്റുകൊണ്ടാണ് തോന്നുന്നുണ്ട് വീണത്. ക്ലോസ് ചെയ്തോ അങ്കിൾ? അല്ല അങ്കിൾ, ആ പ്രോജക്റ്റിന്റെ കാര്യം എന്തായി? ബിസിനസ്സിന് ചെറിയ പ്രോബ്ലംസ് വന്നല്ലേ, അതൊക്കെ ക്ലിയർ ആയോ? എല്ലാം ക്ലിയർ ആയി മോളെ. എൻ്റെ മോനും മരുമോനും കൂടി എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. ഇപ്രാവശ്യം എനിക്ക് മെനക്കെടേണ്ടി വന്നില്ല. എന്താ മണം വരുന്നുണ്ടല്ലോ മോളെ. അയ്യോ, എൻ്റെ ഗ്രീൻ പീസ്. അയ്യോ, കരിഞ്ഞ. സാരമില്ല അങ്കിളെ, നമുക്ക് വെറൈറ്റി ആയിട്ട് കരിഞ്ഞ ഗ്രീൻ പീസ് കറിയും വെള്ളയപ്പും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എൻ്റെ കൊച്ചു കരിഞ്ഞതൊന്നും കഴിക്കണ്ട. ഇതാ വെള്ളയപ്പത്തിന് വേറൊരു കറി കൂടി ഉണ്ട്, മുട്ട റോസ്റ്റും കൂടി ഉണ്ട്, അതെടുത്ത് കഴിക്കേ. ഇതാ മോളെ. ഓ, വല്ലാത്ത സ്മെല്ലായി പോയി കരിഞ്ഞതിൻ്റെ. അയ്യോ, ചൂട്. ഇന്നത്തെ മീറ്റിംഗ് എന്തായാലും നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയി അല്ലേ കുക്കി? ആ അതന്നെ, ശരിക്കും നന്നായി വിശക്കുന്നുണ്ട്. വല്ലതും മേടിച്ച് കഴിച്ചാലോ? അതന്നെ, എന്തായാലും കോഫി ഷോപ്പിൽ വെച്ചിട്ട് തന്നെ മീറ്റിംഗ് വിളിച്ചത് നന്നായി. ഞാനൊരു ജ്യൂസ് പറഞ്ഞോളൂ, നമുക്ക് കട്ടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാലോ? കട്ടയ്ക്കല്ല, നല്ല കട്ടയ്ക്ക് നിനക്ക് തരുക വേണ്ടത്. മീറ്റിങ്ങിന് വന്നപ്പോഴാണ് കുടിക്കണം തിന്നേൻ്റെ കാര്യം. എടാ, ഓഫീസിൽ വർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ നോക്ക്. അതിന് വയ്യ അവന്. അത് ശരിയാ റിജി പറഞ്ഞത്. ഇവൻ തീരെ ഇപ്പം വർക്കിൽ ശ്രദ്ധിക്കുന്നില്ല. ഫുൾ ടൈം തീറ്റാന്നുള്ളൂ. ഓഫീസിൽ ഇരുന്ന് തിന്നെ. അതന്നെ ഇവൻ നാളെ കൊടുത്ത ഫയൽ മൊത്തം തെറ്റായിരുന്നു. ആഹാ, ഇപ്പൊ ഞാൻ കഴിക്കുന്നതിനായോ? എടാ, നിനക്കല്ലേ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? അളിയനും കൂടി കൂടിച്ചേർന്നപ്പോ എനിക്കാണല്ലോ പണി വരുന്നത്. ഞാൻ പോവാന്നാ. ഏയ് ശരി, പോട്ടെ, ക്ഷമിക്ക, ഞങ്ങൾ വെറുതെ പറഞ്ഞായിരിക്കെ. കഴിക്കാൻ കനത്തിൽ എന്നെ പറഞ്ഞേക്കാം പോരെ. നിനക്ക് എന്താ വേണ്ടത് ഓർഡർ ചെയ്തോ. ഇന്ന് എൻ്റെ ചെലവാ മൊത്തം. തേജു, നീ പോവാണോടെ? എടെ, അവന്മാരും വന്നിട്ടില്ല, അതുപോലെ യാമിയുമില്ല. നീ ഇത്ര നേരത്തെ പോയി എങ്ങനെയാ? നിന്റെ കൂടെ നിക്കണമെന്നുണ്ടടാ, പക്ഷെ എന്താ ചെയ്യാ, രാവിലെ എനിക്കും ഫുഡ് കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം. വീട്ടിൽ പോയി വല്ലതും കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ശരി, ഞാനും എന്നാ പോവാൻ നോക്കാം. നീ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്ക്. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ. ഓക്കേ. അങ്കിൾ, ഇതുവരെയായിട്ടും തേജ് എത്തിയിട്ടല്ലോ. വരേണ്ട സമയം കഴിഞ്ഞു. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നതെന്നറിയോ? അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെ പുറത്ത് പോയിണ്ടാവും മോളെ. മോളൊന്ന് അവളുടെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്ക്. ഡാഡാ, തേജ് വിളിച്ചിരുന്നോ? ഞാൻ അവളുടെ ഫോണിലേക്ക് കുറേ വിളിക്കുന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ അവൾ നേരത്തെ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ എത്തിയില്ലേ അവള്? ഇല്ല, അവളിവിടെ വന്നില്ല. റിമോൾ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചേ ഉള്ളൂ. ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും പോയിട്ടില്ലെങ്കിൽ പിന്നെ അവളെവിടെ പോവാനാ? എത്ര സമയം കഴിഞ്ഞല്ലോ. പിന്നെ യാമിമോളുടെ അടുത്തേക്ക് അവൾ പോകത്തില്ല. യാമി വീട്ടിലില്ലല്ലോ. ഡാഡാ, അവൾ നമ്മുടെ അടുത്ത് പറയാതെ എവിടെയും പോകത്തില്ല. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ അയാളുടെ ആളുകളെങ്ങാനും. എനിക്ക് അവളെ എത്ര വിശ്വാസം പോരെ ഡാഡാ. തേജി, നീ ഇതാരുടെ കാര്യം പറയുന്നേ? തേജിനോട് ആർക്കെത്ര വിരോധം? മറ്റാർക്കാ? നമ്മുടെ ഈ ജനിപ്പിച്ച തൊണ്ടയുണ്ടല്ലോ, അയാൾ തന്നെ. തേജുവിനെ കൊല്ലാൻ വർഷങ്ങളായിട്ട് അതിൽ ശ്രമിക്കുന്നതാ. അയാളിനെ എനിക്ക് സംശയം. അച്ഛന് വേണ്ടി നീ ഒരു കാര്യം ചെയ്യില്ലേ? ആ തേജസ്സിന് അവളെ നീ ഇല്ലാതാക്കിയിട്ട്. നീ എന്താ പറയുന്നേ? തേജ് എവിടെയുള്ളതെന്ന് നിനക്കറിയാമോ? അറിയോ? എനിക്കറിയാം. എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം തേജ് എവിടെയാണുള്ളത്. പിടിച്ചു വെച്ചിരിക്കട്ടെ. നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? പറഞ്ഞു വരുമ്പോ എനിക്ക് മോളുടെ അച്ഛൻ്റെ സ്ഥാനം തന്നെയാ. റീജുവിൻ്റെ ഇവരുടെ അച്ഛനാണ് ഞാൻ. കൂട്ടത്തിൽ മോളുടെ അല്ലേ? മോളെ ഈ ലോകത്തിന് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അച്ഛനോ, അവളൊന്നും ചെയ്യരുത് അച്ഛാ. ആഹാ, എൻ്റെ മോള് എന്താ ഇവിടെ?
എൻ്റെ മോനെ ഓർമ്മ ഇന്നലെ നീ ചെയ്തത്. നീ ആദ്യം എൻ്റെ ജീവിതത്തിൽ കളിച്ചപ്പോൾ തന്നെ കൊല്ലേണ്ടതായിരുന്നു. പക്ഷെ ഈ പിള്ളേരെ ഓർത്തിട്ട് ഞാൻ വെറുതെ വിട്ടത്. എൻ്റെ മോൾക്ക് നീ സംഭവിച്ച റിലാക്സ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവൾ ഇവിടെ തന്നെയുണ്ട്. ഞാൻ അവൾ എന്തെങ്കിലും ചെയ്യൂ? അവൾ എൻ്റെ കൂടെ മോളില്ലേ? ഏത് കട്ടില തേജ് നിങ്ങളുടെ മകളാവുന്നത്? നിങ്ങൾക്ക് മക്കളെന്നുള്ള വിചാരമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സ്നേഹിക്കുകയാണ് നിങ്ങൾ ചെയ്യും. സ്വന്തം ഭാര്യയെ കൊല്ലാൻ പഠിക്കാത്തവനാ എൻ്റെ തേജു. അവളെ താൻ എന്തെങ്കിലും ചെയ്തോ? അച്ഛനാണോ അമ്മയെ കൊന്നത്? നിങ്ങളെനിക്ക് മക്കളെന്നുള്ള വിചാരമുള്ളതുകൊണ്ടാ നിങ്ങളെപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. എൻ്റെ ശത്രുവായ ഇവൻ്റെ കൂടെ നിങ്ങൾ കഴിഞ്ഞിട്ട് പോലും നിന്റെ അമ്മ അവളെന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാടാ അവളൊരു സ്നേഹം കാണിക്കുന്നത്? അവളെ നിന്നോട് സ്നേഹം കാണിച്ചിട്ടില്ലെന്ന് ആരാടാ പറഞ്ഞത്? നിനക്കതിന് അവളുടെ സ്നേഹമല്ലല്ലോ വലുത്, അവളുടെ സ്വത്തായിരുന്നല്ലേ. നീ ഇപ്പം എൻ്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവളുടെ സ്വത്തിന് വേണ്ടിയല്ലേ? നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾ എൻ്റെ കൂടെ ഭാര്യയായിരുന്നല്ലോ. അവളെ ഒരബദ്ധം കാണിച്ചു. നിന്റെ മോളുടെ പേരിൽ എഴുതിയ സ്വത്തൊക്കെ നിന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു ട്രസ്റ്റിന് പോയി ചേരുക ചെയ്യുന്നത്. ആ ട്രസ്റ്റ് എൻ്റെ പേരിലുള്ളതാണ്. അത് അവൾക്ക് അറിയില്ലായിരുന്നു. ഇന്നിപ്പം നിന്റെ മോളുടെ ഒപ്പം നിനക്കും ഈ ലോകം വിട്ടു പോവാ. അവളെവിടെ? എൻ്റെ ഭാര്യ എവിടെ? നിർത്തണല്ലായോ? ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് അവളെ, പ്ലീസ്. അവളെ എന്തെങ്കിലും ചെയ്താ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല, കൊല്ലും ഞാൻ. ഒന്നും ചെയ്യല്ലേ അവളെ. ഇവളെന്തായാലും ജീവനോടെ ഇരിക്കാൻ പോകുന്നില്ലല്ലോ. ഒന്നുമില്ല തേജു മോളെ, ഞാൻ എൻ്റെ കൂടെ. ഒന്നുമില്ല, നിന്നെ ഒരുത്തരൊന്നും ചെയ്യില്ല. ഇപ്പൊ തന്നെ ഒരുപാട് നേരം വേസ്റ്റായി. ഗുഡ് ബൈ. തേജു മോളെ. എന്തിനാ മോളെ തേജുവിന് വേണ്ടി? എന്തിനാ മോളെ? ക്ഷമിക്കണം അച്ഛാ. നീനെ അച്ഛനെ വിളിച്ച് മോളെ എനിക്കൊന്നും പറ്റില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ചേച്ചിനെ പോലെ അച്ഛൻ്റെ മോളാണെന്ന്? അതെനിക്ക് അന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മനസ്സറിഞ്ഞ് ഞാൻ അംഗീകരിക്കാം. ഞാൻ അച്ഛൻ്റെ മോളല്ല. അച്ഛ, ഇതിനൊക്കെ കാരണം ഞാനാ. എൻ്റെ തെറ്റ് മോനെ ഇതൊക്കെ സംഭവിച്ചത്. എനിക്കൊരുപാട് സന്തോഷമുണ്ട് അച്ഛന്. മോളെ എങ്ങനെ മോളെ നീ അച്ഛനെന്ന സ്ഥാനം മാത്രം തന്നു. ആ സ്നേഹം അതെനിക്ക് തരാൻ പോവുകയാണ് മോളെ. സന്തോഷമായില്ല നിനക്ക്? നിന്റെ കൈകൊണ്ട് തന്നെ അവളുടെ ജീവനെ എടുത്തില്ലടാ. നിന്റെ ജീവിതത്തിൽ നീ സ്നേഹിക്കുന്ന ആരെങ്കിലും നീ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയെ നീ മനസ്സിലാക്കിയിട്ടില്ല. ജീവനെ തുല്യം നിന്നെ സ്നേഹിച്ച് നീ തെറ്റുകാരനല്ലെന്ന് വിശ്വസിച്ച് നിന്റെ കൂടെ നിന്ന മോളെ അവളെ ചതിക്ക്. ഇപ്പൊ അവളുടെ ജീവൻ നീ കാരണം പോവുകയും ചെയ്തു. സന്തോഷിക്കുന്നു. അച്ഛനായി പോയി, ഇല്ലെങ്കിൽ കൊന്നു കളഞ്ഞാൽ. ആകെയുണ്ട് മനസ്സുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ നിങ്ങളെ കൊന്നിരിക്കാം. എൻ്റെ അമ്മയെ കൊന്നു, എൻ്റെ അനിയത്തെ കൊന്നു. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? എന്നെ കൂടി കൊല്ലണോ? കൊല്ല്. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? അല്ല, എൻ്റെ മോളെ ഞാൻ കൊല്ലാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നെ സ്നേഹിച്ചത് അവള് മാത്രം. എൻ്റെ മോളെ ഞാൻ കൊല്ലില്ല. അറിയാതെ എൻ്റെ കൈ കൊണ്ട് പറ്റിയ ഞാനായിട്ട് എൻ്റെ മോളെ. എൻ്റെ കൊച്ചുമോള്, എൻ്റെ റിമ, എല്ലാത്തിനും ഞാനാ കാരണം.
എൻ്റെ മോളുടെ ജീവിതം ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്ത് നശിപ്പിച്ചു. ഇപ്പം എൻ്റെ പേരക്കുട്ടി. അവനെ കൊന്നിട്ട് വരാറുന്നില്ലടാ. എൻ്റെ പെങ്ങളെ കൊന്നപ്പോൾ ഞാൻ അവനെ വെറുതെ വിട്ടത് ഈ പിള്ളേർക്ക് വേണ്ടിയാ. പക്ഷെ അവർക്ക് തന്നെ അവൻ കാരണം ജീവൻ ആപത്തായെങ്കിൽ അവനവിടെ തീർക്കാറുന്നില്ലേ? നീ വലിയ മാഫിയല്ലടാ. എന്നിട്ട് നിനക്ക് അവനെ കൊല്ലാൻ പറ്റിയില്ലേ? അയാളുടെ കൈ കൊണ്ടാ അയാളുടെ മകളുടെ മരണം. എന്നിട്ടും അയാൾ ജീവനോടെ ഇരിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു വെടി ശബ്ദം മാത്രം കേട്ടു. അത് തന്നെ മനസ്സിലാക്കാമല്ലോ. നീ ഇവിടെ നിന്ന് കരയാണോ? എന്താ മോളെ ഇത്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പഴയ കാര്യങ്ങൾ ആലോചിക്കരുതെന്ന്. കാലങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഒപ്പം മനസ്സിലെ മുറിവ് അത് ഉണങ്ങുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നീ അത് വലുതാക്കാണോ? മോളെ, റിജിൻ്റെ കല്യാണം, ആ സമയത്ത് നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ അവന് സന്തോഷമായിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ പറ്റുമോ? എനിക്കറിയാം എൻ്റെ യാമയുടെ ഏട്ടൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹം നടക്കാൻ പോകുന്നു. പക്ഷെ എൻ്റെ ചേച്ചി എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചേച്ചി. എനിക്ക് ചേച്ചിയുടെ ഒപ്പം ജീവിച്ച് കൊതി തീർന്നില്ല. ചേച്ചി എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ചേച്ചിയെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് എന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോഴേക്കും ഒന്നുമില്ല തേജു, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മോളെ. പക്ഷെ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്ന് സന്തോഷകരമായൊരു നിമിഷം നീ അത് മറക്കരുത്. മുഖത്ത് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. നിന്നെ അവൻ കാത്തിരിക്കുന്നുണ്ട്. രജന, അധികം നേരം നീ വെയിറ്റ് ചെയ്യണ്ട. മക്കള് രണ്ടുപേരും റൂമിലേക്ക് ചെല്ല്. ഇന്ന് നിങ്ങളുടെ ദിവസമല്ലേ. എൻജോയ്. അപ്പോൾ നമുക്ക് പോയാലോ? ആ അതിനെ നമുക്ക് പോവാം റൂമിലേക്ക്. വാ. അല്ല മോനെ കുക്കി, നീ ഇതെങ്ങോട്ടാ? അവർക്ക് ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് അവര് പോകുന്നത്. നിനക്ക് പോകാൻ സമയമായിട്ടില്ല. നമുക്കൂടെ കുറച്ച് ജോലിയുണ്ട്. നീ ഇങ്ങനെ വാ മോനെ. ജോലിയോ? എനിക്കോ? ഇന്ന് എന്നെ വിളിക്കണ്ട, ഞാൻ വരത്തില്ല. അവർക്ക് മാത്രമല്ല, ഇന്ന് എനിക്കും ഫസ്റ്റ് നൈറ്റ് തന്നെയാ. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നീ വാ പെണ്ണേ. നല്ല ഭംഗിയുണ്ടല്ലോ ഡെക്കറേഷൻ. നിനക്കിഷ്ടമായോ? ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഡേ അല്ലേ, അതുകൊണ്ടാ ഇങ്ങനത്തെ ഡെക്കറേഷൻ. പിന്നെ ഈ റൂമിനെക്കാട്ടും സൗന്ദര്യം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നിനുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. എന്റെ കൊച്ചിന് നാണായോ? ഇപ്പം നാണിച്ചോ? കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഈ നാണൊന്നും നിന്റെ മുഖത്തുണ്ടാവില്ല. ഇനി മുതൽ എനിക്ക് എന്റെ മുന്നിൽ നാണിക്കേണ്ട ആവശ്യമില്ല. ആരത് വാതിലിന് തട്ടുന്നത്? ആഹാ, കുസീൻസ് ചെറുക്കനോ? നിന്റെ അങ്കിളല്ല ഞാൻ, നിന്റെ അച്ഛനാ.
എത്ര പ്രാവശ്യം പറയാടെ ചെറുക്കാൻ നിന്റെ അടുത്ത്? ഒന്നാമത് നിന്റെ അമ്മയെ പറഞ്ഞാൽ മതി. അവൾ എന്നെ എപ്പോഴും അങ്കിളെന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. കെട്ടിയോ ആരെങ്കിലും അങ്കിളെന്ന് വിളിക്കൂ. നിന്റെ അമ്മനെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്റെ മമ്മീനെ പറഞ്ഞല്ലോ, ഞാനേ അങ്കിളിന്റെ കാര്യം മമ്മടുത്ത് പറഞ്ഞു കൊടുക്കും. മമ്മ മമ്മ എടാ കുട്ടിക്കുറുമ്പ് നിക്കടാ. എടാ നിക്കാൻ. അയ്യോ, അങ്കിൾ എന്തായി കാണിക്കുന്നേ? മോൻ വരൂട്ടോ. നിനക്ക് ഈ അങ്കിളുകളെ നിർത്താറായില്ലേ? നീ വിളിക്കുന്ന കേട്ടിട്ട് ആ കുട്ടിക്കുറുമ്പിനെ എന്നെ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ അവൻ വന്നതിന് ശേഷം നീ എന്നൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ മൈൻഡ് ചെയ്യാതെ അങ്കിളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ചെയ്തിരുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നേല് നിന്റെ എനിക്ക് കിട്ടിയിട്ട് എത്ര നാളായെന്നറിയും. എന്നിപ്പോ എനിക്ക് തന്നെ വേണം.